കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 7:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഏലമൊക്കെ അപ്പടി ഉണങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ അത് കണ്ടിട്ട് ഭയങ്കര ഒരു വിഷമം. കാണിച്ചു തരാം കേട്ടോ. ഉണങ്ങിക്കരിഞ്ഞ് വല്ലാത്തൊരവസ്ഥയാണ്. ഭയങ്കര ചൂട് കാരണം ഒരവസ്ഥയില്ല. ഇങ്ങനെയാണ് കുറേ ഏരിയ ഇങ്ങനെയാണ്. അച്ഛന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നാലും വല്ലാത്തൊരവസ്ഥയാണ്. ഉണങ്ങി. ഏലക്കർഷകരുടെ ഒരു കാര്യം ഭയങ്കര കഷ്ടത്തിൽ തന്നെയാണ്. കടുത്ത വേനലും ചൂടും കാരണം അവരുടെ കൃഷി മുഴുവനും ഉണങ്ങി വരണ്ട് പാടെ ചെടി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം എല്ലായിടത്തും. എല്ലാവരുടെയും അവസ്ഥ അതാണ്. പൊതുവേ വേനൽക്കാലം ആകുമ്പം ഏലക്കായ്ക്ക് വില കൂടും. പക്ഷേ നമുക്ക് ഏലം നനച്ച് കൊടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നന്നായിട്ട് നല്ല ഭൂമി നന്നായിട്ട് തണുത്തൊരു മഴ കിട്ടിയാലേ നമ്മൾ നനച്ച് കൊടുക്കുന്നതിനുള്ള ഒരു ഗുണം കിട്ടുള്ളൂ. ഇല്ല എന്നുള്ള കാലം വീണ്ടും അതൊന്നും കൂടെ നമ്മൾ നനയ്ക്കുമ്പോൾ ഒന്നും കൂടെ അത് ഉണങ്ങിപ്പോവാനുള്ള ചാൻസാണ് കൂടുതൽ. ഞങ്ങൾക്ക് വളരെ കുറച്ചാണ് ഏലം ഉള്ളത്. പക്ഷേ ഉള്ളതിങ്ങനെ വഴിപണി വന്നപ്പോഴത്തേക്കും കുറച്ച് ഷെയ്ഡൊക്കെ നമുക്ക് പോയി. മരങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു. അന്നേരം വീണ്ടും ഉണക്കായി. അപ്പോൾ ആ ഉണക്കേറ്റ് വീണ്ടും ആ ചെടി ഒന്നും കൂടെ എന്നാലും വെച്ചാൽ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. മറ്റുള്ള വിളകളെ അപേക്ഷിച്ച് ഏലം നടുമ്പോൾ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ അതാത് രോഗം തിരിച്ചറിഞ്ഞ് സമയത്തിന് മരുന്ന് കൊടുത്ത്, കൂടുതൽ വളമായി കഴിഞ്ഞാലും അതിന് പ്രശ്നമാകും. അത് വളം കറക്റ്റ് സമയത്തിന് മണ്ണിൻ്റെ pH നോക്കി കൊടുത്ത്, അങ്ങനെ ഈ ഏലകൃഷിക്ക് വേണ്ടി തന്നെ കർഷകർ ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. അതുകൂടാതെ കായെടുക്കാൻ വരുന്ന ചെടി ഒരുക്കാൻ, അതുപോലെ അങ്ങനെയുള്ള ഓരോ അതിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ പണിക്കാരെ വിളിക്കുമ്പം അതിനുള്ള കൂലിയൊന്നും ഒരിക്കലും കുറയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഭൂമിയിലോട്ട് നമുക്ക് ഏലത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കർഷകർക്ക് ഈ ചൂട് ഭയങ്കര ഒരു തിരിച്ചടി തന്നെയാണ്. ഈ കടുത്ത ചൂട് എന്ന് അവസാനിക്കും എന്ന് ഒരു നിശ്ചയമില്ല. കാരണം ഇങ്ങനെ ചൂട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നട്ട ചെടി അപ്പാടെ ഇല്ലാതാവും. വീണ്ടും പുതിയ ചെടി തൈകൾ നട്ടുപിടിപ്പിക്കേണ്ട അവസ്ഥയാകും. എന്തായി തീരുമെന്നറിയില്ല. നല്ല മഴ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിളകൾ നശിച്ചു പോകാതിരിക്കട്ടെ, കർഷകർ ദുരിതത്തിലാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും വരേക്കും ബൈ ബൈ.